അപ്പോൾ നമ്മൾ KSEB സബ് എഞ്ചിനീയർ ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വെയിറ്റ് ചെയ്യുന്ന എക്സാം ആണ് KSEB സബ് എഞ്ചിനീയർ. ഇവിടെ 12/12/2027 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പേർക്കുള്ള സംശയമാണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എഴുതിയിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നിങ്ങൾ ആഗ്രഹിച്ച് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് എഴുതിയിട്ടുള്ള ഒരു എക്സാമാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും ഈ എക്സാമിനേഷനെ കുറിച്ച് അറിയാതെ പോയ ആളുകളുണ്ടാവും. നിങ്ങളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ കേരള PSCയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു ട്രെൻഡ് തുടങ്ങിക്കൊണ്ട് വന്ന ഒരു എക്സാമാണ്. അതായത് ഒരുപാട് വർഷങ്ങളോളം എക്സാംസുകളൊന്നും കണ്ടക്ട് ചെയ്യാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇലക്ട്രിക്കലിന്റെ കേസിൽ. ഇപ്പോൾ നമ്മൾ സിവിൽ നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് എക്സാംസുകൾ ഇൻ ബിറ്റ്വീൻ നടക്കാറുണ്ടെങ്കിൽ പോലും ഇലക്ട്രിക്കലിന്റെ കേസിൽ 2014 മുതൽ 2020 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനിടയിൽ വലിയ എക്സാംസുകൾ ഒന്നും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേജർ ആയിട്ടുള്ള ഒരു PSC എക്സാംസും ഇലക്ട്രിക്കലിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 2020 നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് ആളുകൾ എത്തുകയും ഒരുപാട് ആളുകൾക്ക് ജോലി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് എക്സാംസുകൾ വന്നു അല്ലേ. അതേപോലെ ഇത്തവണയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഒരുപാട് പേര് നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, നല്ല എഫേർട്ട് എടുത്തിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഒരുപക്ഷെ ഉദ്ദേശിച്ച രീതിയിൽ എഴുതാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. വേണ്ടത്ര പ്രിപ്പറേഷൻ ടൈം നേരത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എക്സാമിനുള്ള പ്രിപ്പറേഷൻ ടൈം നിങ്ങൾക്ക് ഇത്തവണ ഇൻസ്പെക്ടർ എക്സാമിന് കിട്ടാത്തത് കൊണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാനിപ്പിക്കരുത്. അതായത് ഒരു എക്സാം നമ്മളിവിടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ എക്സാമിനേഷനിൽ നമ്മളൊരു ബോർഡറിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഒരു പക്ഷേ നല്ലൊരു റാങ്കിലേക്ക് എത്താനോ നല്ലൊരു ജോലിയിലേക്ക് എത്താനോ കഴിയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരുപാട് ഇലക്ട്രിക്കൽ എക്സാംസുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എന്ന് മാത്രമല്ല, ഇപ്പം നിലവിലെ എക്സാം എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും. അതായത് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഇതിനു വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ എക്സാം എഴുതിയ ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടാവും? ഒരിക്കലുമില്ല. എന്നാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ അവസാനിപ്പിക്കേണ്ടത് എന്ന് ഞാൻ പലപ്പോഴും വീഡിയോസിന്റെ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിച്ച അഡ്വൈസ് ലെറ്റർ എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അപ്പം നന്നായിട്ട് എക്സാം എഴുതിയ ആളുകളും കഴിഞ്ഞ എക്സാം വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയാതെ പോയ ആളുകളും എല്ലാം എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം. അണ്ടിൽ നിങ്ങൾ എന്ത് കിട്ടുന്നത് വരെ, നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസ് കിട്ടുന്നത് വരെ. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച മൂമെന്റ് ആയിരിക്കില്ലേ അത്. അതായത് എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച മൂമെന്റ് ആയിട്ട് ഞാൻ കാണുന്നതും അത് തന്നെയാണ്. ഒരു ഗവൺമെന്റ് ജോലി ലഭിച്ചു എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അത് മറ്റെന്തിനെക്കാട്ടിലും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു മൊമെന്റിലേക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്തേണ്ടത്. ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സമയത്ത് യാതൊരുവിധ വർക്ക് പ്രഷറും ഇല്ലാതെ ഒരു സെക്യൂർഡ് ഫീലോട് കൂടി ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന എക്സാംസുകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ KSEB സബ് എഞ്ചിനീയർ ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വെയിറ്റ് ചെയ്യുന്ന എക്സാമാണ് KSEB സബ് എഞ്ചിനീയർ. ഇതിന്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ നിങ്ങൾ നോക്കിയേ 29/11/2026 എന്താണ് കേരള PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്നുള്ളത് മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഓരോ എക്സാമിന്റെയും ഡേറ്റ് ഓഫ് ക്യാൻസലേഷന് മുന്നേ തന്നെ പുതിയ എക്സാംസുകൾ വരുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയർ ഏറ്റവും സർപ്രൈസ് ആയിട്ട് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2026 വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ എക്സാം KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇവിടെ 12/12/2027 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പേർക്കുള്ള സംശയമാണ്, 2027 റാങ്ക് ലിസ്റ്റ് എക്സ്പേർഡ് ആവുന്നതിന്റെ എക്സാം ഒരിക്കലും 2026 കണ്ടക്ട് ചെയ്യില്ലല്ലോ എന്ന്. ശരിയാണ്, 2027 എക്സ്പേർഡ് ആവുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ 2026 കണ്ടക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് 400-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളേണ്ടത്. അതിൽ തന്നെ വലിയൊരു ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനോടകം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിലെ മെയിൻ ലിസ്റ്റിലെ അവസാനത്തെ ആൾക്കും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും, പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ 2026 ഈ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഒരു സർപ്രൈസ് ആയിട്ട് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വന്നേക്കാം. ഇത് തീർച്ചയായിട്ടും ഞാൻ ഷുവർ ആയിട്ട് പറയുന്നില്ല. പക്ഷേ സബ് എഞ്ചിനീയർ എന്തായാലും 2026 തന്നെ വിളിക്കുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ.
15/4/2027 അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15/4/2027 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 ഏപ്രിലാണ്. അപ്പൊ അതിന് ഒരു 6 മാസം മുന്നേ ഒക്കെ പലപ്പോഴും എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് 2026 വരാനുള്ള എല്ലാ സാധ്യതയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ. അപ്പോൾ ഈ ഒരു എക്സാംസുകളൊക്കെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിനുശേഷം വരുന്ന എക്സാം ആയിരിക്കും ലെക്ചർ ഇൻ പോളിടെക്നിക്. അതായത് ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ഒരു ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ലെക്ചർ ആവാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണ ഒരു ടീച്ചർ ആവണമെങ്കിൽ സെറ്റ് നെറ്റ് അങ്ങനെ പല പല ക്വാളിഫിക്കേഷൻസ് വേണം. എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു പോളിടെക്നിക്കൽ ലെക്ചർ ആവുന്നതാണ്. പക്ഷെ അത് 2027 അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നത് 12/12/2027. സ്വാഭാവികമായിട്ടും 2026 നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എന്നാൽ 2027. പക്ഷെ 2026 ഇതിനോടകം KCB സബ് എഞ്ചിനീയറും KCB എയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും മറ്റനേകം എക്സാംസുകൾ വേറെ വരാനുണ്ടാവും. ഓവർസിയർ എക്സാംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഒക്കെ എല്ലാ നോട്ടിഫിക്കേഷനിലും വരാറുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസുകൾ വേറെയും വരുന്നുണ്ട്. ഇനി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് എക്സാംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിന്റെ കോർ സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇലക്ട്രിക്കൽ കോർ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസുകളും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു എക്സാം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ അവിടെ സ്റ്റോപ്പ് ആവരുത്, ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട്, അത് പോളിഷ് ചെയ്ത് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻസിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും പ്രാക്ടീസും നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ ഒരു ദിവസം 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒന്നും പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ റിലാക്സ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് ഇലക്ട്രിക്കൽ എക്സാംസുകൾക്ക് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ എൻ്റെയോടൊപ്പം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.